Hi guys, welcome back. This is Curious Department. Design, Art, Film. ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രാൻഡിങ്. സോ നമുക്ക് ഏജൻസിയിലാണെങ്കിലും ബ്രാൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്ലയൻസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഡിസൈൻ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ബ്രാൻഡിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഉള്ള കോമൺ ഡൗട്ടാണ് എങ്ങനെ ബ്രാൻഡിങ് ചെയ്യാം. ഇപ്പം ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ, ക്ലയൻസ് ആയിട്ട് വരുന്ന ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ ബ്രാൻഡിങ്ങിലേക്ക് എങ്ങനെയാണ് ആ ബിസിനസ്സിൽ ബ്രാൻഡിങ് വളർത്താൻ പറ്റുക, ബ്രാൻഡിങ്ങിലൂടെ എങ്ങനെ ഒരു ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്വയർ ചെയ്യേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. മെയിൻലി പറയുകയാണെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു അവയർനെസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ബ്രാൻഡിങ്, ലൈക്ക് ആൾക്കാർക്ക് ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ഓർക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് എന്തായാലും ഈ ഡിസ്കഷനിൽ വരും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ലൈക്ക് ഒരു ബ്രാൻഡിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡിങ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവും. ലൈക്ക് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് മാർക്കറ്റിംഗ് വേഴ്സസ് ബ്രാൻഡിങ് എന്താണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പൊസിഷനിങ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈനിങ് ഒരു പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ്, ലോഗോ ഡിസൈനിങ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എന്തൂസിയാസം ഉള്ള ഒരാൾ കാണേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ നബ, ഞാൻ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ എനിക്ക് എപ്പോഴും ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഡൗട്ട് ചോദിക്കുന്നത് പോലെ, കുറേ ബിസിനസ് ഓണേഴ്സ്, ഇപ്പോൾ നമ്മളെ ക്ലയൻസ് ആണെങ്കിലും ഒരുപാട് ബിസിനസ് ഓണേഴ്സ് വന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ഒരുപാട് കമ്പനി ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകൾ സർവീസായിട്ടും പ്രൊഡക്റ്റായിട്ടും സെല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പ്രോപ്പർ ബ്രാൻഡ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ബ്രാൻഡിങ്ങിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു പറയും ഞങ്ങൾക്കൊരു ലോഗോ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കളർ സ്കീം ഉണ്ട്, ഞങ്ങളുടെ ലോഗോ ആണ് ഞങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. അത് എപ്പോഴും ഇനഫാണോ? അതാണോ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി, അല്ല ബ്രാൻഡിങ് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്? അതാണോ ബ്രാൻഡിങ്ങിൽ അൾട്ടിമേറ്റ് ആയിട്ടൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു ലോഗോ മാത്രം മതിയോ? വാട്ട്സ് ബ്രാൻഡിങ് ബേസിക്കലി? ഓക്കെ, ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് നമുക്ക് വിഷ്വൽ ഐഡൻറ്റിറ്റിക്ക് മുമ്പ് ബ്രാൻഡിങ് എന്താണെന്നുള്ളത് പറയാം. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ലൈക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഒരു ഇതുണ്ട്, ലൈക്ക് കസ്റ്റമറിൻ്റെ ഗട്ട് ഫീലിംഗ്, അങ്ങനെ പറയാൻ പറ്റും. പിന്നെ അതല്ല, നമ്മളെ ബ്രാൻഡ് പൊസിഷൻ ചെയ്ത സ്ഥലത്തു നിന്ന് ആൾക്കാർ നമ്മളെ കുറിച്ച് ഡിഫൈൻ ചെയ്ത്, ഇപ്പോൾ നമുക്ക് വലിയ വലിയ ബ്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ, നൈക്കി ആണെങ്കിലും അല്ലെങ്കിൽ കാഡ്ബറി ആണെങ്കിലും, ഇവരൊക്കെ കുറിച്ചിട്ട് പറയാൻ ആൾക്കാർക്ക് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ ബ്രാൻഡിനെ ഒരു കമ്പനി CEO, അതല്ല നമ്മളൊരു കസ്റ്റമർ, നമ്മളൊരു ഓഡിയൻസിന് ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി അതാണ്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു പാർട്ടാണ് വിഷ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. വിഷ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ബ്രാൻഡിങ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സമയത്ത് ലോഗോ, കളർ പാലറ്റ്, ടൈപ്പോഗ്രഫി, ഇമേജ് റൂൾസ്, കാര്യങ്ങൾ, അത് മാത്രമല്ല പറഞ്ഞ പോലെ സൗണ്ട് ഉണ്ട്. നമുക്ക് പല ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും അവർക്കുള്ളൊരു മ്യൂസിക്, സൗണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കും ഉണ്ടാവുക? അപ്പാർട്ട് ഫ്രം വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് കളറ്, ടൈപ്പോഗ്രഫി, ഒക്കെ ഒരു ടൈപ്പ് ഉണ്ട്, ഒരു കളർ സ്കീം ഉണ്ട്. ഇതൊന്നും അല്ലാതെ, ലോഗോ ഒന്നും അല്ലാതെ, ഇതൊക്കെ കോർ എലമെൻറ്റ്സ് ആണ്. ഡെഫിനറ്റ്ലി ഇതൊക്കെ ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ കോർ എലമെൻറ്റ്സ് ആണ്. ഇത് കൂടാതെ 5 സെൻസറീസ് ആയിട്ട്
ലൈക്ക് നമ്മളെ സ്മെല്ല്, ടച്ച് ചെയ്തിട്ടുള്ള ഫീല്, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതടക്കം ബ്രാൻഡിങ്ങിൽ ഹൈലൈറ്റ് ചെയ്ത്. ഒന്നുമില്ല, നമ്മള് ആപ്പിൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ മാക്ക് തുറക്കുമ്പോഴൊരു ഫീലും, അതല്ല ഒരു ബെൻസിൻ്റെ ഡോർ എടുക്കുമ്പോഴുള്ള ഫീലും, അതൊക്കെ ബ്രാൻഡിങ് ആണ്. അതല്ല നമ്മളൊരു ലക്ഷറി ഹോട്ടലിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നത് അത് ബ്രാൻഡിങ്ങാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓണർ നമ്മളെടുത്ത് സംസാരിക്കുന്നതും അവരെ കോസ്റ്റ്യൂമും അവരെ ബിഹേവിയർ ഇതൊക്കെ എന്താണ് ഒരു ബ്രാൻഡിങ് ആണ്. അതിൻ്റെ ചെറിയൊരു പാർട്ടാണ് വിഷ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്വൽ ഐഡൻറ്റിറ്റി ആണ് ഒരു ഓണർ ഫസ്റ്റ് കാണുന്ന ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബ്രാൻഡിങ് എന്താണ് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ബ്രാൻഡിങ് നിങ്ങളെ കമ്പനി ഒരു ഗുഡ് ബ്രാൻഡിങ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലാണോ നിങ്ങളെ ബ്രാൻഡ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെയാണോ നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങളെ ബ്രാൻഡിനെ നോക്കി കാണുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പറയുന്ന റിപ്ലൈ ആണ്, എനിക്കൊരു ലോഗോ ഉണ്ട്, എൻ്റെ ബ്രാൻഡിനൊരു ലോഗോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കളർ സ്കീം ഉണ്ട്, അതാണ് എൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, എൻ്റെ ബ്രാൻഡിൻ്റെ വിഷ്വൽ ഐഡൻറ്റിറ്റി ആണ്, അതാണ് ബ്രാൻഡിങ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും എന്താണ് ഒരു ബ്രാൻഡിങ്ങിൻ്റെ കോർ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്? ആ വിഷ്വൽ ഐഡൻറ്റിറ്റി മാത്രമാണോ, അതല്ലാതെ അതിൻ്റെ പുറമേക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ, ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് വിഷ്വൽ ഐഡൻറ്റിറ്റി ഒരു പാർട്ടാണ്. അതിൽ എക്സ്പീരിയൻസ് ഒരു ബ്രാൻഡിങ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മളൊരു പ്രോഡക്റ്റ്, അതൊരു ബ്രാൻഡിങ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഐഡൻറ്റിറ്റി ഒരു ബ്രാൻഡിങ് ആണ്. പിന്നെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ടോണ്, ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ടോൺ ഉണ്ടാവും, ഈ ടോണും ഒരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഈ എലമെൻ്റ് ഒന്നും ശരിക്കും പറഞ്ഞെങ്കിൽ എന്താ പറയുക, ബിസിനസ് ഓണേഴ്സ് നോക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് അപ്രോച്ച് ചെയ്യുന്ന ഏജൻസീസ് ആണെങ്കിലും റോങ് ആയിട്ടാണ് ഇത് മെസ്സേജ് കൊടുക്കുന്നത്. ഒരു എസ്തെറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഗുഡ് ഡിസൈൻ, കാണാൻ ഭംഗിയുള്ള ഡിസൈനാണ് ബ്രാൻഡിങ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ വിഷ്വൽ ഐഡൻറ്റിറ്റി, ലോഗോ ഡിസൈനിങ് അതൊരു പാർട്ട് മാത്രമാണ്. ലൈക്ക് അതിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. വിഷ്വൽ ഐഡൻറ്റിറ്റിയിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സൗണ്ട് എടുക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സൗണ്ട് അതൊരു ബ്രാൻഡിങ് ആണ്. ആ ഒരു വോയിസ് ബ്രാൻഡിങ് ആണ്. പിന്നെ നമുക്ക് പല ബ്രാൻഡിങ്ങിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ സാരഗമ കാർവ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സൈനാപ്ലേ ഉണ്ട്, റീസെന്റ് ആയിട്ട് ഒരു സെയിം സരിഗമ കാർവാന്റെ സെയിം സാധനം റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്. പിന്നെ പണ്ട് കുറേ വോയിസസ് ഉണ്ടാവും, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് മെമ്മറബിൾ ആയിട്ടുള്ള വോയിസും. പിന്നെ ഡോക്കോമോന്റെ ഇപ്പോഴും ചില കാറൊക്കെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഡോക്കോമോന്റെ വോയിസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ബ്രാൻഡിങ് ആണ് വോയിസിൻ്റെ വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കുണ്ടാവും ആപ്പിൾ കൊടുക്കുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് പ്രൊഡക്റ്റിന്. അതിൻ്റെ ലൈക്ക് ഓരോരു ഇയർപോഡ് നമുക്ക് മനസ്സിലാവും ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്. എയർപോഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സൗണ്ട്, അതല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ഡോർ അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. യെസ്, അങ്ങനെ പ്രൊഡക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല സർവീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർബക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മളുടെ നെയിം എഴുതിയിട്ട് കൊടുക്കുന്നത്, അതൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത് കസ്റ്റമറിന്. അപ്പോൾ അങ്ങനെയും നമുക്ക് നമ്മളെ ബ്രാൻഡിങ് ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഉള്ളത് വിഷ്വൽ ഐഡൻറ്റിറ്റി. നമ്മളിപ്പോൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക, ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുക വിഷ്വൽ ഐഡൻറ്റിറ്റി ആയിരിക്കും. ലോഗോ എടുക്കാം. ലോഗോൻ്റെ കേസ് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ലോഗോനെ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുന്നത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ ലോഗോക്ക് എത്രയാണ് പ്രൈസ്, നിങ്ങളെ പ്രൈസ് ഒന്ന് പറയാം. നമ്മളൊരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 lakhs ആവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുന്നത് അയ്യോ ഇത്രയും പൈസ ആണോ. അപ്പോൾ നമ്മളെൻ്റെ ഒരു മെൻറ്റർ ഷെയർക്ക പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ക്ലയൻറ്റ് ഇതേപോലെ ചോദിച്ചു, ഓക്കെ എത്രയാണ് ലോഗോക്ക്, അയ്യോ 2-3 ലക്ഷം, അതൊക്കെ ഭയങ്കര കൂടുതലല്ലേ. ഇങ്ങനെ ചോദിക്കുന്ന ക്ലയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഫ്രീലാൻസ് എടുക്കുന്ന സമയത്താണെങ്കിലും വന്നിട്ട് പറയും ഒരു ലോഗോ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറയും ലോഗോ മാത്രമായിട്ട് ചെയ്താൽ നമ്മളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അല്ല ലോഗോ മാത്രം മതി, അതിനെത്ര എന്ന് പറയാൻ പറ്റും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോഗോൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊടുക്കാൻ. സംഭവം പറയുമ്പോൾ വിഷ്വൽ ഐഡൻറ്റിറ്റി ഒരു ചെറിയ പാർട്ടാണ്, സ്റ്റിൽ അതെങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലേ ഷെയർക്ക പറഞ്ഞ എക്സ്പീരിയൻസ് പറയാം. ക്ലയൻറ്റ് നമ്മളടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഷെയർക്ക ചോദിച്ച ആളുടെ അടുത്ത് നിങ്ങൾ പുതിയ ഓഫീസല്ലേ ഇടുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ പുതിയ ഓഫീസാണ്,
എത്രയാ അവിടെ സോഫയ്ക്കും പരിപാടി, സോഫയ്ക്ക് ഒരു 30,000 രൂപ 40,000 ഉണ്ടാവും. എ സിക്ക് ഒരു 15-20 ഉണ്ടാവും. ടേബിളിനാണെങ്കിലും ഒരു 10-500 ആ ഒരു പ്രൈസ് വരും. ഓക്കെ, ഇതൊക്കെ എത്ര വർഷം നിൽക്കും എന്ന് വെച്ച് ഒരു ഏറിപ്പോയ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം. നിങ്ങളെ ലോഗോ, നിങ്ങളൊരു വിഷ്വൽ ഐഡൻറ്റിറ്റി എത്ര വർഷം നിൽക്കും എന്ന് വെച്ച്. അപ്പോൾ ഇവർ ഇത് ലോങ് ടേമിലൊക്കെ ഉള്ളതാണല്ലേ, അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഇതാണ് നമ്മളിലേക്ക് എന്താ പറയുക, ക്ലയൻസിന് ശരിക്കും പറഞ്ഞാൽ ഇത് എഡ്യൂക്കേറ്റഡ് അല്ല. ഈ ബ്രാൻഡ് ഐഡന്റിറ്റി പറയുന്ന ഒരു അസറ്റ് ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇത് ലോങ് ടേമിലേക്ക് കാണാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ അവരുടെ ലോഗോ കുറച്ചും കൂടി സിംപ്ലിഫൈഡ്. റീസെന്റ് ആയിട്ട് ഒരു 1 ഇയറിന്റെ ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ലൈക്ക് പെപ്സിക്കോന്റെ അണ്ടറിലുള്ള കുറെ ബ്രാൻഡുകളും പിന്നെ കുറേ കാർ ബ്രാൻഡ്സ് ഉണ്ട്, പിന്നെ കഫേസ്, ഇവരൊക്കെ സിംപ്ലിഫൈഡ് ആക്കി. അത് ഒന്ന് അവർ പറയുന്നത് ഓക്കെ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആവുകയാണ് അല്ലെങ്കിൽ ഡിജിറ്റലി വരികയാണ്, അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് മെമ്മറബിൾ ആവുക ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലോഗോ ആണെന്നുള്ളതാണ്. അതെ, ആൾക്കാർക്ക് സമയമില്ല ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോഗോസ് നോക്കി നിൽക്കാനും അല്ലെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ്. അതാണ് അത്. ഒന്നാമത് എന്താ പറയുക, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന തിരക്കിലാണ്, ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവിടെ ഒന്ന് പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ ലോഗോനെ മെമ്മറബിൾ ആക്കണം എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആഡ് ഫിലിം പണ്ടുണ്ടായിരുന്ന മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ആഡ്സ് ഉണ്ട്. ഈ എന്താ പറയുക, നമ്മൾ ഫെവിക്കോളിൻ്റെതും പിന്നെ വോഡാഫോണിൻ്റെതും അതൊക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിളാണ്. അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അത് കണ്ടേ പറ്റുള്ളൂ. അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് നമുക്കത് തോന്നുന്നതും അത്രയും ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ലെജൻഡറി ആഡ്സ് ആയിട്ട് നിലനിൽക്കുന്ന സാധനങ്ങൾ ഇപ്പൊ പ്രൊഡ്യൂസ് സെയിം ക്വാളിറ്റിയിലല്ല സെയിം കണ്ടന്റ് വാല്യൂവിൽ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആയിക്കൊള്ളുന്നില്ല. അത്രയും ടൈം ആൾക്കാർ അത് കണ്ടിരിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സൊമാറ്റോൻ്റെതും സ്വിഗ്ഗിൻ്റെ ആഡ് നമ്മൾ കാണുന്നുണ്ട്, ഇത്ര സെക്കൻഡ്സിനുള്ളിലാണ്. ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞു പോവാണ്. അവിടെ ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ടൈമില്ല, ആൾക്കാർ ബിസിയാണ്. അപ്പോൾ പണ്ടത്തെ ആഡ് എന്തുകൊണ്ടാണ് മെമ്മറബിൾ എന്ന് വെച്ചാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ ബിസി അല്ല എന്നുള്ളത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, സ്ക്രോളിംഗ് അല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈമിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ ലോഗോ ആൾക്കാരുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് മെമ്മറബിൾ ആവില്ല. മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് ആൾക്കാരെ തലയിൽ ഇൻജെക്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ടാവും, അവർക്ക് അതിനുള്ളിൽ ഇത് വേണം ഇങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യണം ബ്രാൻഡിനെ കുറിച്ചിട്ട് എന്നുള്ളതാണ്. ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക ഈ ലോഗോ ആൾക്കാർക്ക് മെമ്മറബിൾ ആവണം. അതല്ല ഈ ലോഗോ ആൾക്കാർ കണ്ടിട്ട് അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടാവും, നമുക്കൊരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ മെമ്മറബിൾ ആയി കഴിഞ്ഞാൽ അത് വരക്കാൻ പറ്റണം എന്നാണ്. ഈസി ആയിട്ട് വരക്കാൻ പറ്റും. നമുക്ക് ചില ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയണം, ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു ബ്രാൻഡിൻ്റെ ലോഗോ വരക്കണം. ആൾക്കാർ നൈക്കി വരക്കും, ആപ്പിൾ വരക്കുമായിരിക്കും, അങ്ങനെ കുറച്ച് ബ്രാൻഡ് വരക്കുമായിരിക്കും. ഈസി ആയിട്ട് പറ്റുന്ന അഡിഡാസ്. അപ്പോൾ ഈസി ആയിട്ട് പറ്റുന്ന വരക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെമ്മറബിൾ ആവാൻ പറ്റുന്ന ബ്രാൻഡ് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ലോഗോന്റെ ഉള്ളിൽ ബ്രാൻഡിനെ കുറിച്ചിട്ടോ ബ്രാൻഡിന്റെ സർവീസിനെ കുറിച്ചിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രിസൈസ് ആവണ്ട ഒരിക്കലും ലോഗോസ് എന്ന് പറയുന്നത്. ഇല്ല നൈക്കി ഇപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷൂവും അതൊക്കെ ആദ്യം അവർ കാണിക്കുകയാണെങ്കിൽ കോമഡി ആയനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോഗോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു നമ്മളെ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഐഡൻറ്റിറ്റി, നമ്മളൊരു പേര് പോലെ ലൈക്ക് ഇപ്പോൾ ഓക്കെ സഫാൻ എന്ന് പറയുമ്പോൾ സഫാൻ ഓർക്കണം, അത്ര മതി. ആ ഒരു സാധനം മാത്രമാണ് ലോഗോ ഐഡൻറ്റിറ്റി ലൈക്ക് ലോഗോൻ്റെ കേസിൽ നിർത്തേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കമ്പൈൻഡ് ആക്കിയിട്ടാണ് ഒരു ബ്രാൻഡിങ്ങിൻ്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ ഫീല് കൊടുക്കുന്നതാണെങ്കിൽ അത് ഫീലിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ലൈക്ക് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് ലോഗോ ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഭയങ്കര സെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെന്റ്സ് ആണ് ബ്രാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്തുള്ളത്. ജസ്റ്റ് അതൊരിക്കലും ഒരു വിഷ്വൽ ഐഡന്റിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും എലമെന്റ്സ് ആണെങ്കിൽ അതിലും ഒതുങ്ങി നിൽക്കില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്താണ് ഒരു ബ്രാൻഡിങ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുകയെന്ന് തോന്നുന്നുണ്ട്. യെസ്, അത് നമ്മളിപ്പോൾ ക്ലയൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ലോഗോ ഡിസൈനിങ് ഇതൊക്കെയാണ്. ഇതൊന്നും ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടപടിയാവില്ല. ലൈക്ക് അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് എടുക്കാൻ ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ബ്രാൻഡിങ്ങിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല.
നമ്മളിപ്പോൾ നമ്മളടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് ആദ്യം അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക ലോഗോ, നമ്മൾ വിഷ്വലി എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ചില ക്ലയൻസിന് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്യാവശ്യം സെയിൽസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കുറേ ഫേം ഉണ്ട്, അതിൻ്റെ അപ്പാരൽ ബ്രാൻഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ സെയിൽസ് കാര്യങ്ങളൊക്കെ ഗുഡാണ്, ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റിൽ, അടിപൊളിയായി പോകുന്നുണ്ട്. ഓരോ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ലോഗോ ഉണ്ട്. ഓക്കെ, ലോഗോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവരുടെ അടുത്ത് ലോഗോ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ലൈക്ക് ഓക്കെ നമുക്ക് ബ്രാൻഡിങ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ വന്നത്. നമ്മൾ എന്തോ പൊസിഷൻ ചെയ്തത് റൈറ്റ് അല്ല, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം റൈറ്റ് അല്ല, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളത് പോലെ ഉണ്ട്. അതേപോലെ നമ്മൾ ഐഡന്റിറ്റി ഒന്നും ക്ലിയർ കട്ടല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്തത് ഓക്കെ നിങ്ങൾ ലോഗോ ചേഞ്ച് ചെയ്യണ്ട, റീബ്രാൻഡ് ചെയ്യണ്ട, ലൈക്ക് നമ്മൾ ചെയ്യുന്നുള്ളത് നമ്മൾ ഐഡന്റിറ്റി ഒന്ന് പ്രോപ്പർ ആക്കാം. ലൈക്ക് ഓക്കെ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് ഓക്കെ നിങ്ങളെ ലോഗോനെ റീകൺസ്ട്രക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്, നമ്മളത് പിച്ച് ചെയ്തിട്ടാണ് കാണിക്കുന്നുള്ളത്. ഓക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ലോഗോസ് എല്ലാവരും സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ലോഗോയിൽ ഒരു ഫസ്റ്റ് നെയിം കുറച്ചും കൂടി വലുതും സെക്കൻഡ് നെയിം കുറച്ചും കൂടി ചെറുതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി, ഒരു സിംഗിൾ നെയിം അത്. അപ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങൾ സിമെട്രിക്കൽ അല്ലാത്തൊരു വിഷ്വൽ അലൈൻഡ് അല്ലാത്തൊരു ലോഗോ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറാക്കി അവരെ ഐക്കൺസോ സിമ്പിളോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, കളറൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് ചേഞ്ച് ചെയ്തത്. ലോഗോന്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ അവർക്ക് കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, കുറേ ഫേം ഉണ്ട്. അപ്പോൾ ഈ ഫേമിനൊക്കെ സെയിം ഐഡന്റിറ്റി അല്ലെങ്കിൽ വിഷ്വലി കാണാൻ ഒരേപോലെ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഏത് ബ്രാൻഡിന്റെ ആണ്. ലൈക്ക് ആമസോൺ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു ഏത് സബ് ബ്രാൻഡ്സ് എടുത്താലും ഇപ്പോൾ ആമസോണിന്റെ ആ ഒരു സ്മൈലി കൊണ്ടുവരും, അല്ല ഒരു ഫോണ്ട് കൊണ്ടുവരും, ലോഗോയില് കൊണ്ടുവരും, അതേപോലെ തന്നെ ഒരു ആപ്പിൽ ഉണ്ടാവും. അത് അങ്ങനെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാം. സബ് ബ്രാൻഡ്സിന് എക്സാക്റ്റ് ആയിരിക്കില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അവരതാണ് ഇത് ഈ കുടുംബത്തിന്റെ ആണെന്നുള്ളൊരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡന്റിറ്റി ആണ് ഇവർക്ക് വേണ്ടിണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ ഫേമിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോഗോയിൽ ചെറിയ കളർ ചേഞ്ചസ് കൊണ്ടുവന്ന്, മൂന്ന് ലോഗോക്കും 3 കളർ ചേഞ്ചസ് കൊണ്ടുവന്ന്, അതേപോലെ തന്നെ 3 പേജസിനും 3 വിഷ്വൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത്, പക്ഷേ ഇത് ഇന്ന ബ്രാൻഡിൻ്റെതാണ് ആ ഒരു ഐഡന്റിറ്റി അവിടെ കീപ്പ് ചെയ്ത് പാറ്റേൺസ് കൊണ്ടുവന്ന് അവർ യൂസ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ സ്റ്റൈല്. ഇപ്പോൾ വോഡാഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫോട്ടോൻ്റെ ഒരു ഗൈഡ് ലൈന്, ഞാൻ അന്ന് ഒരു ഗൈഡ് ലൈൻ കണ്ടപ്പോൾ നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആയിരിക്കണം, പിന്നെ ജോയ്ഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം, പിന്നെ ഇന്ന കളർ ഗ്രേഡിൻ്റെ ഉള്ള ഫോട്ടോസ് ആയിരിക്കും. വോഡാഫോൺ ആ ഒരു കളർ പാലറ്റ് ഉണ്ട്, റെഡും വൈറ്റും, അതിലേക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് വരുമ്പോൾ ഭയങ്കര രസമാണ്. വേറൊന്നും ഒരു കൺവേ ചെയ്യുന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിന് ഇമോഷൻസ് കൂടുതൽ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിന് അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യും, ഇപ്പോൾ ടി സി എസിനുണ്ടല്ലോ, ക്യാമറക്ക് നോക്കിയിട്ട് ഉള്ള ഫോട്ടോസ് എടുക്കാൻ പാടില്ല. നമ്മളെ മോഡലാണെങ്കിൽ ക്യാമറക്ക് ഫേക്ക് ചെയ്യാൻ പാടില്ല, സ്മൈൽ ഫേക്ക് ചെയ്യാൻ പാടില്ല, ഇമോഷൻസ് ഫേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ് ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോഴാണ് ഇമോഷണലി ആൾക്കാർ, അത് ചെറിയൊരു എലമെന്റാണ്. ലൈക്ക് എന്താ പറയുക, അവിടെ വലിയ എന്താ പറയുക ഡിസിഷനോ പരിപാടിയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു പോസ്റ്റർ ഉണ്ട് കഴിഞ്ഞാൽ. പക്ഷേ ഈ ചെറിയ എലമെന്റ് പോലും നോക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഫുഡിന് കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് മൈക്രോ ആയിട്ടുള്ള ഫുഡിന്റെ ഫോട്ടോ കൊടുക്കണം. ആ ഫുഡിന്റെ ടെക്സ്ചർ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കാം. എല്ലാത്തിനും ഒരു സൈക്കോളജി ഉണ്ട്, അതിന്റെ ബിഹൈൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെ റീസൺ വെച്ചിട്ടായിരിക്കണം ഒരു ഫോട്ടോസ് ഷോക്കേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ക്ലയന്റിന് എടുക്കുകയാണെങ്കിൽ ആ ക്ലയന്റിന് ഒരു ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫോട്ടോസ് എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങളെ മോഡൽസ് എങ്ങനെയാണ്. ഇപ്പോൾ ഓക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഓക്കെ ഇന്ന സർവീസ് കൊടുക്കുന്ന ബ്രാൻഡാണ്, അപ്പോൾ അവിടുത്തെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നുള്ള അവർ അംബാസഡർ, അവർ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നതും നമ്മളെടുത്ത് കാണുന്നതും ആ വിഷ്വൽ ഐഡന്റിറ്റി ഒക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യും. ആൾക്കാർ അറിയാണ്ട് ജഡ്ജ് ചെയ്യും. ഓക്കെ ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല, ഓക്കെ ഇതിന്റെ ഫോട്ടോസ് റെഡി അല്ലല്ലോ എന്നാൽ ഞാൻ ഇതിൽ ജോയിൻ ആവുന്നില്ല. അങ്ങനെയല്ല, ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മൾ ചെയ്ത സമയത്ത് മോഡൽസിനെ വേണമെന്നുള്ള ആ ഒരു പോയിന്റ് എത്തിയ സമയത്ത് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതാണ്. ഒരുവിധം ഞാൻ കണ്ടതിൽ ലാംഗ്വേജ് സ്റ്റഡി അബ്രോഡ് പരിപാടികളും അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ചൂസ് ചെയ്യുന്ന മോഡൽസ് എപ്പോഴും ഫോറിനേഴ്സ് ഭയങ്കര
ആ ഒരു സ്റ്റൈലിലേക്ക് പോകുന്നുണ്ട്. അത് നോമിന് കൊടുത്തത് നമ്മളിങ്ങനെയാ, ഫോറിനേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളികളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നുള്ളത്, അതല്ലെങ്കിൽ തമിഴനായിരിക്കും അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനായിരിക്കും. അവിടെ ഒരു ഫോറിനർ സംസാരിക്കുന്നതും അതെല്ലാം നമ്മളെ തന്നെ ഒരു ലോക്കലി ഉള്ള ഒരാൾ, ഒരു മലയാളിയാണ് ഈ ജർമ്മൻ സംസാരിക്കുകയാണെങ്കിൽ ഇത് കാണുന്ന എനിക്ക് ഒരു ഫ്രണ്ട്ലി ഫീൽ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടും പറ്റുമല്ലോ, ആ ഒരു ചെറിയൊരു ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മളെയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ആ ബ്രാൻഡ് നമ്മളെയാണ് കാണിക്കുന്നത് എന്നുള്ള ഫീല് കസ്റ്റമറിൽ വരണമെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഫോറിനറുടെ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല, മിസ്കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചും കൂടി ഓരോ ഗഡ് ഫീലിങ്ങിന് അത് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഇത് മൂപ്പരെ കൊണ്ട് പറ്റും, അതെ മൂപ്പര് ജർമ്മനാണ് അല്ലെങ്കിൽ മൂപ്പര് ഫോറിനാണ് അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവും. അതല്ല ഒരു മലയാളിയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഗഡ് ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് റിലേറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു. അപ്പോൾ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഭയങ്കര മാറ്റർ ആയിട്ടുള്ള പരിപാടി. വെറും നമ്മളെ ആൾക്കാർ ടോൺ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെടുത്ത് കാണുന്ന സമയത്ത് കളറും ടൈപ്പോഗ്രഫിയും പാറ്റേണും മാത്രമല്ല, ഫോട്ടോഗ്രാഫി മാറ്റർ ആണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഫുഡ് ഫോട്ടോഗ്രാഫീൻ്റെ പറയുന്ന സമയത്ത് ടെക്സ്ചർ കാണിക്കും, ഫുഡിൻ്റെ ടെക്സ്ചർ കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ആ ടെൻഡൻസി തോന്നണം. നമ്മൾ സൊമാറ്റോന്റെ ആഡ് കണ്ടു കഴിഞ്ഞാൽ പനീർ ഇങ്ങനെ വീണായിരിക്കും. അപ്പൊ ഈ പനീർ കാണുമ്പോൾ നമുക്ക് ഓക്കെ വിശന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് കഴിച്ചാലോ എന്നുള്ളൊരു സാധനം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിൽ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ ഒരു ഫീല് കൊണ്ടുവരാം. ഓക്കെ, ഐ ഷുഡ് ബൈ ദാറ്റ് പ്രൊഡക്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ആ ബ്രാൻഡ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഗട്ട് ഫീലിംഗ് കൊണ്ടുവരാന്നുള്ളതാണ്. യെസ്, നമ്മൾ ബ്ലിസ്സിന് ചെയ്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ബ്ലിസ്സിന് ഒരു കമ്പനി പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ബ്രാൻഡിങ് പാർട്ടിൽ. അവർക്ക് ഇത് പറഞ്ഞ പോലെ ലോഗോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ കുറേ ക്ലയൻസിന് ചെയ്തിട്ടുണ്ട്. മലബാർ ഗോൾഡും പിന്നെ കുറേ ടാറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഗോകുലത്തിന് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്നത് വലിയ വലിയ ബിസിനസ് മാഗ്നറ്റിനെയാണ്, വലിയ വലിയ ആൾക്കാരാണ്, കുറച്ചും കൂടി വലിയ ക്രൗഡിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഓരോ കമ്പനി പ്രൊഫൈലിൽ കാണുന്ന ഫോട്ടോസ് യൂണിഫോമിറ്റി വേണം, ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഒരു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു മാഗസിൻ ആവണമെങ്കിൽ ആ മാഗസിൻ്റെ ക്വാളിറ്റി, ആ മാഗസിൻ പേപ്പർ ക്വാളിറ്റി അത്രയും ബെറ്റർ ആവണം. ഇതൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ബ്ലിസ്സിൻ്റെ അവരുടെ അടുത്ത് പറഞ്ഞത് ഓക്കെ, നിങ്ങൾക്ക് ഈ കമ്പനി പ്രൊഫൈൽ ചെയ്യാം, നമുക്ക് എസ്തെറ്റിക്കലി ബ്യൂട്ടിയൊക്കെ ആക്കാം, പക്ഷെ ഫോട്ടോസ് എടുക്കണം, നിങ്ങളെ ഫോട്ടോസ് എടുക്കണം. കമ്പനി പ്രൊഫൈൽ ടീംസിൻ്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അവിടെ നിങ്ങളെ ഫോട്ടോസ് എന്തായാലും കാണിക്കണം എന്നുള്ളതാണ്. അത് എന്നിട്ട് നമ്മൾ ചെയ്തൊരു ഫോട്ടോഷൂട്ട് വെച്ച് എന്നിട്ട് അവരെ ഫോട്ടോസ് എടുത്ത് കളർ ഗ്രേഡിങ്ങിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഗൈഡ് ലൈൻ ഉണ്ട്, എവിടുന്നാണ് ലൈറ്റിങ് വരുന്നത്, ഏത് ആൾക്കാരെ എങ്ങനെയാണ് സ്മൈൽ ചെയ്യേണ്ടത്, ആൾക്കാരെ എങ്ങനെയാണ് പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടാണ് ആ ഫോട്ടോസ് എടുക്കുന്നത്. ആ കമ്പനി പ്രൊഫൈൽ കാണാനും യൂണിഫോമിറ്റി ഉണ്ടാവും. അതേപോലെ പുറത്തുനിന്നൊരു കമ്പനി ഓണർ നോക്കുകയാണെങ്കിൽ, ഒരു ക്ലയൻറ്റ് നോക്കുകയാണെങ്കിൽ ആ ക്ലയൻറ്റിന് ഇത് കാണുമ്പോൾ ഓക്കെ ഇവർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഗുഡ് ആയിട്ടുള്ള ടീമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബ്ലിസ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ ബ്രാൻഡിങ് ഒരുപാട് ബെറ്റർ ആക്കുന്ന സമയത്ത് അതിനെ അലൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ആ ബ്രാൻഡിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ആ പ്രൊഡക്റ്റിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് എപ്പോഴും ബ്രാൻഡിങ് നന്നാക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഡിസൈനേഴ്സ് അവർ മോക്കപ്പ് ഇട്ടിട്ട് കൊടുക്കും. ഓക്കെ, ആക്ച്വലി മോക്കപ്പ് ചെയ്യുന്നത് പ്രാക്ടിക്കലി ഇവരെ ബ്രാൻഡിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മോക്കപ്പിൽ പരിപാടിയുണ്ട്. നമ്മൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ട് ആദ്യത്തെ മോക്കപ്പിൽ സ്മോൾ സ്കെയിലുള്ള ലോഗോസ് കാണിക്കണം. ഒരു പെന്നിൽ അല്ലെങ്കിൽ ഒരു കപ്പിലൊക്കെ നമ്മൾ ലോഗോ ഷോക്കേസ് ചെയ്യാം. അപ്പോൾ ക്ലയൻറ്റിന് മനസ്സിലാവും ഓക്കെ പെന്നിൽ വരുമ്പോൾ എൻ്റെ ലോഗോ ഇത്ര ആയിരിക്കും ഉണ്ടാവുക, അത് വിസിബിലിറ്റി ഉണ്ട് ഇല്ല എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇനി ഈ ലോഗോ തന്നെ വലിയ സ്ക്രീനിൽ വരികയാണ്, ഇപ്പോൾ ഒരു വലിയൊരു ഹോർഡിങ്ങിൽ വരികയാണ്. ആ സമയത്ത് ഓക്കെ ഈ ലോഗോ ഹോർഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഗുഡാണ്. ഓക്കെ, ഈ മോക്കപ്പ് ഇടുന്ന സമയത്ത് പ്രാക്ടിക്കലി നടക്കാത്ത കാര്യങ്ങൾ മോക്കപ്പെടും ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഈ ലോഗോ എന്ത് ചെയ്യണം, പിച്ച് ചെയ്യണം. ക്ലയന്റിന് ഇത് ശരിക്കും ജസ്റ്റ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ വാവ് എൻ്റെ ലോഗോ ഇങ്ങനെ വലുതായി. ഞാൻ ഒരു സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഫേ ബ്രാൻഡ് മോക്കപ്പ് പ്രൊജക്റ്റ് ആയിട്ട് കൊടുത്തു, ഒരു ഡമ്മി പ്രൊജക്റ്റ് ആയിട്ട് കൊടുത്ത സമയത്ത് ഒരു കഫേ ആൾ അടിപൊളി ലോഗോ കൺസ്ട്രക്ട് ചെയ്തു. കഫേ പരിപാടികളായിട്ട് കുറച്ച് കൊളാട്രൽസ് ഒക്കെ കാണിച്ചു, ബിസിനസ് കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ആപ്പിലൊക്കെ കയറാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആപ്പിൻ്റെ ഐക്കൺ ഡിസൈൻ ചെയ്ത്. ഞാൻ ചോദിച്ചു ഈ കഫേക്ക് എന്തിനാണ് ആപ്പ്, കഫേക്ക് ആപ്പ് ഉണ്ടോ, അത്ര വലിയ കഫേ ആണോ? അപ്പോൾ അല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അവിടെ ശരിക്കും അർഹിക്കുന്നില്ല. അപ്പം
ആ ബ്രാൻഡിന് മാച്ച് ആവാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുന്ന ബ്രാൻഡിങ് ഒരിക്കലും വർക്ക് ആയിക്കൊള്ളുന്നില്ല. എനിക്ക് ഇന്നലെ ഞാനൊരു കമ്പനി പ്രൊഫൈൽ ചെയ്ത സമയത്ത് ഒരു ക്ലയൻറ്റ് ഒരു ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നല്ല സെല് ചെയ്യുന്നത്, ഭയങ്കര ഒരു കമ്പനി പ്രൊഫൈലിൽ തന്നെ പറയുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർ സെല് ചെയ്യുന്നത്. പക്ഷെ അവരിങ്ങനെ റിക്വയർമെൻറ്റ് അവർ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര പ്രീമിയം കമ്പനി പ്രൊഫൈൽ വേണം, പ്രീമിയംനെസ് കാണിക്കണം. ഒരു ആപ്പിൾ ഒരു ടെക് കമ്പനിയൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തതാണ് അവരിങ്ങോട്ട് റിക്വയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. കാരണം അലൈൻ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ബ്രാൻഡിങ് കൊണ്ടുവരികയാണെങ്കിൽ എപ്പോഴും അത് വർക്കാവുക. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് പ്രാക്ടിക്കലി നമ്മളെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മോക്കപ്സ്, അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രീമിയം പ്രൊഡക്റ്റ് വേണം. ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് പറയാം, എനിക്ക് ഭയങ്കര ഇങ്ങനെ ആവണം, ഇന്ന രീതി കാണണം. അവർക്ക് കണ്ടിട്ടത് വാവ് അടിക്കാം. പക്ഷെ കസ്റ്റമേഴ്സിന് അതല്ല തോന്നുന്നത്. ഒരു കമ്പനി ഓണറിൻ്റെ ഡ്രീം ആയിരിക്കും ഒരു ബ്രാൻഡ് ഇന്ന ലെവലിലേക്ക് എത്തണം എന്നുള്ളത്. ആ ഡ്രീം ഓക്കെ, വലിയ കാര്യങ്ങൾ സ്വപ്നം കാണണം, വലിയ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മൾ ഓഡിയൻസ് എന്താണോ അവർക്കനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മോക്കപ്പ് നമുക്ക് പല രീതിക്കും പല സ്റ്റൈലും പല ഡിസൈൻ ടൈപ്പിലും കൊടുക്കാൻ പറ്റും. ഓരോ ഇംപ്രഷൻ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി ഈ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഈ മോക്കപ്പ് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ പോലെ മോക്കപ്പിൻ്റെ കേസ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ, ക്ലയൻറ്റിൻ്റെ ബ്രാൻഡിനായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വേണം. അപ്പോൾ നമുക്ക് ഡിസൈനേഴ്സ് ആണെങ്കിലും ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്, അങ്ങനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു റോങ് പരിപാടിയാണ്. ഭയങ്കര വലിയ പരിപാടി മോക്കപ്പ് പരിപാടികളൊക്കെ ഇട്ട് ക്ലയൻറ്റ് ഇംപ്രസ്ഡ് ആയി, പിന്നെ അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രാൻഡിങ്ങിലൊരു വിഷ്വൽ ഐഡൻറ്റിറ്റിയിലേക്ക് വരുമ്പം കോർ എലമെൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അതായത് അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ദേ ഹാവ് ഒരു ഐഡൻറ്റിറ്റി, എക്സിസ്റ്റിംഗ് ഐഡൻറ്റിറ്റി ഉണ്ട്, ലോഗോ ഉണ്ട്, പരിപാടികളുണ്ട്. പക്ഷേ ഇതൊന്നും അലൈൻഡ് അല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പിച്ച് ചെയ്ത് കൊടുത്ത ടൈമിൽ, അതായത് ലോഗോ റീകൺസ്ട്രക്ട് ചെയ്തു, നല്ല ലോഗോ ആക്കി കൊടുത്തു, നല്ല കളേഴ്സ് കൊടുത്തു, നല്ല ടൈപ്പോഗ്രഫി കൊടുത്തു, വിഷ്വലി ഒരു നല്ല ബ്രാൻഡാക്കി കൊടുത്ത സമയത്ത് ഇവർ ഇങ്ങോട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ, ഞങ്ങളുടെ ബ്രാൻഡ് അടിപൊളിയായോ, ഞങ്ങളുടെ ബ്രാൻഡിങ് കംപ്ലീറ്റ് ആയോ, ഞങ്ങൾ സക്സസ് ആയോ? ഓക്കെ, അപ്പോൾ ഇതൊരു ആക്ച്വലി ഷോർട്ട് ടേം പ്രോസസ്സാണ്, അല്ലെ? ഒരു ബ്രാൻഡിങ് റിസൾട്ട്സ് കാണിക്കാൻ തുടങ്ങുക ഒരു ഷോർട്ട് ടേമിൽ തന്നെ കാണിക്കാൻ തുടങ്ങും എന്നുള്ളൊരു മിത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇടയിലുണ്ട്. ശരിക്കും ഇത് ഷോർട്ട് ടേം പ്രോസസ്സാണോ അതോ ലോങ് ടേം പ്രോസസ്സാണോ? ഓക്കെ, ആക്ച്വലി ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു ഇത് ചെയ്ത് അവിടെ സ്റ്റക്കായി നിൽക്കുക, അത്ര കൊണ്ട് മാറുന്നല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്ലയൻറ്റിന് ഒരു റോഡ് മാപ്പ് കൊടുക്കാൻ പോവാണ്. നിങ്ങളെ ബ്രാൻഡിങ് എങ്ങനെ കൊണ്ടുപോകണം, മന്ത്ലി ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ ലാസ്റ്റിലേക്ക് പോവാം. അപ്പോൾ എന്താ പറയുക, ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഷോർട്ട് ടേമിലേക്ക് റിസൾട്ട് കാര്യങ്ങൾ വരില്ല. ഇതൊരു ലോങ് ടേം സക്സസ് ആണ്. ആക്ച്വലി നമ്മൾ ഗ്യാപ്പിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവരൊരു ലോഗോ ആദ്യം ഉണ്ടായിരുന്ന ഒരു ലോഗോ ഉണ്ട്. ഈ ലോഗോ അവർ ചേഞ്ച് ചെയ്യാണ്, പുതിയൊരു ലോഗോയിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അത് കസ്റ്റമേഴ്സ് ഇത് വാങ്ങുന്ന ഇവരെ ഗ്യാപ്പിന്റെ ഫാൻസാ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവര് പറ്റൂല, ഈ ലോഗോ പറ്റൂല, നമുക്ക് പഴയ ലോഗോ വേണം. ഗ്യാപ്പ് റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റീബ്രാൻഡ് ചെയ്ത ലോഗോ, ഡീബ്രാൻഡ് ചെയ്ത ലോഗോ അവർ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആക്കിയൊക്കെ പറഞ്ഞു. ആദ്യം ഒരു സെരിഫ് ഫോണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റി ഒരു സാൻ സെരിഫ് ഫോണ്ടാക്കി, ഒരു ബോൾഡ് ഫോണ്ടാക്കി, ഭയങ്കര ബോൾഡായി കമ്പനിയൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടി കൊണ്ടുവന്ന് ചെയ്തത്. പക്ഷെ അത് പ്രശ്നമാക്കി, റീകോൾ ചെയ്ത് പഴയ ലോഗോനെ തിരിച്ചു കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സക്സസ്സാ. ലൈക്ക് ആൾക്കാർ ആ ബ്രാൻഡിനെ ഏറ്റെടുത്ത്, നമ്മൾ തീരുമാനിക്കും ഈ ബ്രാൻഡ് എങ്ങനെ സംസാരിക്കണം. സെയിം കാര്യം നമ്മളെപ്പോഴും ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ ആനിമേഷൻ മൂവീസൊക്കെ പണ്ട് കാണുന്ന സമയത്ത് നമ്മൾ വാർണർ ബ്രദേഴ്സിൻ്റെ ഒരു ആകാശത്തോര ലോഗോ ഇങ്ങനെ കറങ്ങുന്ന ഒരു 3D ലോഗോ കറങ്ങുന്ന ഒരു ഭയങ്കര ഒരു ഇമോഷൻ തരുന്നൊരു പരിപാടിയാണത്. അപ്പോൾ ഈ സെയിം വാർണർ ബ്രദേഴ്സിനും ഇതേപോലെ തന്നെ ഗ്യാപ്പിൻ്റെ പറഞ്ഞമാതിരി തന്നെ ഭയങ്കര നല്ല ഫാൻസ് ഉണ്ട്. ഈ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പോലത്തെ അടിപൊളി ഫാൻസ് ഉണ്ടായിരുന്നു. സെയിം ഗ്യാപ്പിന് എന്താണോ സംഭവിച്ചത്, പക്ഷേ വാർണർ ബ്രദേഴ്സ് ഇപ്പോഴും മാറ്റിയിട്ടില്ല, അവർ ഭയങ്കര മിനിമലാക്കി. പക്ഷെ അതാണ്, നമ്മള് ടോം ആൻഡ് ജെറി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയ ക്യാരക്ടർ വന്നിട്ടുള്ള ടോം ആൻഡ് ജെറി പുതിയ ആനിമേഷൻ ആയിട്ട് വന്നിട്ടുള്ള, അത്
റെഡി ആവുന്നില്ല. ഇല്ല, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആക്കി. ലൈക്ക് പണ്ടാണെങ്കിൽ ഈ ടോമിനോ ജെറിക്കാലോ അതിലുള്ള ക്യാരക്ടേഴ്സിന് നല്ല സ്ട്രോക്ക് ഉണ്ടാവും, ഭയങ്കര ബ്ലാക്ക് സ്ട്രോക്ക്, തിക്ക് ആയിട്ടുള്ള സ്ട്രോക്ക്, ഡീറ്റെയിലിംഗ് കുറവായിരുന്നു, കൂടുതലായിരുന്നു. ഡീറ്റെയിലിംഗ് കൂടുതലല്ല ശരി, ലൈക്ക് ഈ ഗ്രേഡിയൻസ് ഒന്നും ഇല്ലാതെ ഗ്രേഡിയൻസ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഓരോ ഈച്ച് ലൈൻസ് ഇങ്ങനെ നമുക്ക് കാണാനും പറ്റും. കാർട്ടൂൺ എന്നുള്ള ഒരു അപ്രോച്ച് ശരിക്കും ടോം ആൻഡ് ജെറിനോട് ഇപ്പത്തെ ടോം ആൻഡ് ജെറി കാണുമ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടുന്നില്ല. അത് എന്താ പറയാ, അന്ന് ടോം ആൻഡ് ജെറി കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ കാലം നമ്മൾ വലുതാവുന്നത് വരെ ടോം ആൻഡ് ജെറി ഇങ്ങനെയാണ് ആൾക്കാരെടുത്ത് ലൈക് കൺസിസ്റ്റൻസിയാ. ടോം ആൻഡ് ജെറി എന്ന് എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ കാണിപ്പിച്ച് അതിന്റെ ഫാൻസ് ആക്കി അതിനെ ആൾക്കാരെ തലയിൽ ഇൻജെക്ട് ചെയ്ത് പിന്നെ നമ്മൾ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യൂല. അത് പിന്നെ ഓക്കെ അയ്യോ ഇത് ഇപ്പോ നമുക്ക് പണ്ടത്തതാണ് വേണ്ടത്. സെയിം ഒരുപാട് കാർട്ടൂൺസ് ഉണ്ട്. ഞാൻ ബെൻട്ടനൊക്കെ ചെറുപ്പത്തിൽ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ജസ്റ്റ് കയറി ബെൻട്ടൺ എന്താ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ പരിപാടികൾ കാണുമ്പോൾ എനിക്ക് തീരെ കണക്ട് ആവുന്നില്ല. ആ ഒരു പഴയ സ്റ്റൈല് പോയി. അതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആ ഒരു പഴയ സ്റ്റൈൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇവർ കൺസിസ്റ്റന്റ് ആവാന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ എപ്പോഴും റീകോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെയും ആൾക്കാർക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നിടത്താണ് ആ സക്സസ് നമുക്ക് മനസ്സിലാവാം. ഓക്കെ, അത് ഷോർട്ട് ടേമിൽ മനസ്സിലാവില്ല. ഒരു 6 മാസം ചെയ്തത് കൊണ്ട് ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആയി ഉണ്ടാവില്ല. അത് കൺസിസ്റ്റന്റ് ആക്കാന്നുള്ളതാ. അത് എത്രത്തോളം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഓരോ സാധനം എടുക്കാം നമുക്ക്. ആ പ്രൊഡക്റ്റ് എത്രത്തോളം ഈ കസ്റ്റമർ ഏറ്റെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സർവീസ് എത്രത്തോളം ഈ കസ്റ്റമർ ഏറ്റെടുക്കുന്നുണ്ടോ, ഇതൊക്കെ ഓക്കെ ആക്കിയിട്ട് വേണം, എല്ലാ സൈഡും ഓക്കെ ആക്കിയിട്ട് വേണം ഒരു ബ്രാൻഡ് കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകേണ്ട പ്രോസസ്സാണ്. ഇത് പോയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലോങ് ടേം സക്സസ് നമുക്ക് കാണാൻ പറ്റില്ല. ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് അത്രയും ലോങ് ടേമിലേക്ക് ക്വാളിറ്റി അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിന്റെ കേസൊക്കെ പറയുന്നതാണ്. ഫസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ആ ഫുഡിന്റെ ക്വാളിറ്റി ഒരു കച്ചവടം വരാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഫുഡിന്റെ ക്വാളിറ്റി കുറച്ച് സ്വാഭാവികമായിട്ട് എത്ര ബ്രാൻഡിങ് ചെയ്തിട്ടും കാര്യമില്ല. ആൾക്കാരായിട്ട് എന്താ പറയാ, നമ്മൾ പണ്ട് കഴിച്ച പ്രൊഡക്ട്സ് ലെയ്സോ അല്ലെങ്കിൽ പണ്ടൊരു ചോക്കോന്റെ ഒരു പ്രൊഡക്റ്റ് ബൈറ്റ്സ് ഒക്കെ പണ്ടുണ്ടായ ക്വാളിറ്റി ഇപ്പൊ ഇല്ല. ആ സാധനം പറയലുണ്ടല്ലോ, പണ്ട് ആൾക്കാരെ തലയിൽ ഇൻജെക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ആ ക്വാളിറ്റി പിന്നെ ഒരു മാറ്റിക്കഴിഞ്ഞാൽ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലേ ഒരു ബ്രാൻഡിങ് ലോങ് ടേമിലേക്ക് സക്സസ് ആവുള്ളൂ. നമ്മളിപ്പോ കാലിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ റഹ്മത്തും പാരഗണും KBC ഒക്കെ ഉള്ളത് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ വേറൊരു കുക്ക് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ KBCന്റെ വെള്ളം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ടേസ്റ്റ് മാറും. അത് പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ ബ്രാൻഡ് നെയിം കൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ലോങ് ടേമിലേക്കുള്ള ബ്രാൻഡിങ് സക്സസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന എന്തോ ആവട്ടെ, വിഷ്വൽ ഐഡന്റിറ്റി ആവട്ടെ, സർവീസ് ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് കീ. യെസ്, കൺസിസ്റ്റൻസിയാണ് ഒരു ബ്രാൻഡിങ്ങിന്റെ മെയിൻ കീ എലമെന്റ്. ഓക്കെ, ക്ലയന്റ് നമ്മുടെ അടുത്ത് പറയുന്ന മെയിൻ എലമെന്റ് ആയിരിക്കും ഈ ലോഗോ കുറച്ച് വലുതാക്കോ, ഈ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യോ, ഈ കളേഴ്സ് രസമില്ല, ആ കളറിൽ കളർ രസമില്ല, നമ്മൾ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് പ്രൊപ്പോർഷൻ കുറച്ച് കൂട്ടോ, ഇങ്ങനത്തെ ചേഞ്ചസ്. അപ്പോൾ ഡിസൈനർ ഒരു ലോഗോനെ അല്ലെങ്കിൽ ഒരു കളറിനെ ഒരു ടൈപ്പോഗ്രഫീനെ ഇന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈപ്പോഗ്രഫി എടുക്കാം. ടൈപ്പോഗ്രഫി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്പോഗ്രഫി എനിക്ക് ബേസിക്കലി ടൈപ്പോഗ്രഫി പറയുമ്പോൾ എനിക്ക് ആ പഴയ ഒരു റോമൻ പരിപാടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പിനൊക്കെ സംഭവിച്ച പോലെ എല്ലായിടത്തും ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വർക്ക് ആയിക്കൊള്ളുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഒരു ഹെറിറ്റേജ് ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഫുട്ബോൾ ഫ്രണ്ട്സായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫുട്ബോളിൽ ജേഴ്സി എല്ലാ കൊല്ലവും പുതിയ ജേഴ്സി റിവീൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരുന്ന ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ക്രിറ്റിസിസം വരുന്ന ഒരു സ്റ്റേജാണിത്. ഫോണ്ടിന് വരുന്നുണ്ട്. എനിക്ക് ഈ കൊല്ലത്തെ 2024, ഞാൻ ഒരു ഹാർഡ് കോർ റയൽ മാഡ്രിഡ് ഫാനാണ്. 2024 റയൽ മാഡ്രിഡിൻ്റെ കിറ്റിലെ ഫോണ്ട് നമ്പർ ഒക്കെ കൊടുത്തത്, ഫോണ്ട് പേര് എഴുതുന്ന ഫോണ്ട് പിന്നെ കുഴപ്പമില്ല, പക്ഷേ എംബാപ്പേനെ ലാസ്റ്റ് റിവീൽ ചെയ്ത സമയത്തും എംബാപ്പേൻ്റെ ആ ബാക്കിലുള്ള നയനൊന്നും തീരെ ദഹിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ബ്രാൻഡിന്റെ ടൈപ്പോഗ്രഫി യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ലൈക്ക് അതാണ് നമുക്ക് ക്ലയൻസിന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ടൈപ്പോഗ്രഫിക്കും ഓരോ ബിഹേവിയറും ഓരോ ഫീലിങ്സ് ഉണ്ടെന്നുള്ളതാണ്.
അപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൻസ് സെരിഫും എന്താണെന്ന് പോലും അറിയാത്ത ക്ലയൻസ് ഉണ്ടാവും. ലൈക്ക് ഒരിക്കൽ നമുക്ക് ഇപ്പോൾ സാൻസ് സെരിഫ് എന്താണ്, ഡിസ്പ്ലേ എന്താണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. നമുക്ക് ഒരിക്കൽ ഷോക്കേസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും ടൈപ്പ് ഫേസസ് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് ഇത് ഡിജിറ്റൽ പർപ്പസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രിന്റ് പർപ്പസ് ആയിരിക്കും, എന്തോ ആവട്ടെ, റീഡബിൾ ആവുക എന്നുള്ളതാണ്. റീഡബിൾ ആവണം. എന്ത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ എസ്തെറ്റിക് ബ്യൂട്ടി മാറ്റി നിർത്തണം, ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരണം. അവിടെ ഒന്നുമില്ല, ഡിസൈനിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇൻട്രാക്ഷൻ എന്ന് പറയാം. നമുക്ക് രണ്ട് തിങ്സ് ഉള്ള അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അവിടെ ടൈപ്പോഗ്രഫിക്കുള്ള ഇമ്പോർട്ടൻ്റ് ചെറുതല്ല. ഡിസൈൻ എസ്തെറ്റിക്സ് മാറ്റി വെക്കുകയാണെങ്കിൽ അത് റീഡബിലിറ്റി ആണ്. റീഡബിലിറ്റി ഭയങ്കര വലിയ മാറ്ററാണ്. ഇപ്പോൾ റീഡബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സാംസങ്ങിന്റെ ടൈപ്പോഗ്രഫി എക്സാമ്പിൾ അതെ അതെ, നമുക്ക് സാംസങ്ങിന്റെ ഏത് ആഡ് കണ്ടാലും, ഒരു വീഡിയോ ആഡ് ആയാലും അല്ലാത്ത ക്രിയേറ്റീവ്സ് ആയാലും, സാംസങ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗാലക്സിന്റെ ആ ഒരു ഫോണ്ട്, ആ ഒരു ലെറ്റേഴ്സ് നമ്മുടെ മൈൻഡിലേക്ക് തന്നെ വരും. സാംസങ് ഗാലക്സി എന്ന് എഴുതുന്ന ഒരു പരിപാടി ഉണ്ട്. ആ ഗാലക്സി ഫോണ്ട് ഓർക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒതന്റിക് ഫോണ്ടാണ്. അപ്പോൾ പക്ഷേ സാംസങ്ങിന്റെ ലോഗോയിലുള്ള ആ ടൈപ്പ് വൈസ് ഉണ്ടല്ലോ, അതിൽ കണ്ടൊരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സാംസങ് പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലിയൊരു ഹോർഡിങ്, ലൈക്ക് ഒരു ഹൈറ്റുള്ള വിഡ്ത്ത് കുറേ ഇല്ലാത്ത ഹോർഡിങ് ആണെങ്കിൽ ഈ സാംസങ് സ്ട്രെയിറ്റ് ആവും. ഓക്കെ, അപ്പോൾ സ്മോൾ സ്കെയിൽ അത് ആൾക്കാർക്ക് കാണുമ്പോൾ വേഴ്സാറ്റിലിറ്റി വേഴ്സാലിറ്റി കുറവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെയാണ് എഴുതുന്നതെന്നാണെങ്കിൽ ഓക്കെ, സാംസങ് നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഒരു പെന്നിലാണ് എഴുതുന്നെങ്കിൽ ഓക്കെ, അതല്ല വേറൊരു പ്രൊഡക്റ്റ് മാറി അവിടെ എപ്പോഴും ലോഗോ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ് ടൈപ്പ് ഫേസിൽ, ലോഗോയിൽ ടൈപ്പ് ഫേസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി. ഇപ്പൊ നൈക്കി എടുക്കുകയാണെങ്കിൽ നൈക്കിന്റെ ടൈപ്പ് ആപ്പിൾ ഒരു ബിൽ ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇത്ര വലുപ്പമുള്ളതാണെങ്കിൽ ആപ്പിൾ പെൻസിലേക്ക് വരുമ്പോൾ അത് ചെറുതാവുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഫേസ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര കേവും അടിപൊളി പരിപാടികളും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ വേഴ്സാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീഡബിലിറ്റി പരിപാടി ഇല്ലെങ്കിൽ ടൈപ്പ് ഫേസ് ആപ്ലിക്കബിൾ ആവണം, റീഡബിൾ ആവണം, വെൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആവണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. എസ്തെറ്റിക് എപ്പോഴും സെക്കൻഡാണ് വരുന്നത്. സെക്കൻഡാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂസറിന് ഫങ്ഷണൽ ആണോ, ഇന്ററാക്ട് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ബിഹേവിയർ, ഓരോ ടൈപ്പ് ഫേസിനും അതിൻ്റെതായ ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റും വെയിറ്റും മാറ്ററാ. ഓരോ ടൈപ്പ് ഫേസും ഹൈറ്റും വെയിറ്റും മാറ്ററാ. നമുക്ക് ഹെൽവെറ്റിക്ക തരുന്നൊരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഹെൽവെറ്റിക്ക തരുന്നൊരു ഗഡ് ഫീലിംഗ് മോൺസെറാട്ട് തരില്ല. മോൺസെറാട്ട് കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് സംസാരിക്കുന്നുണ്ടാവുക കോർപ്പറേറ്റ് ആയിരിക്കും, ഡയറക്റ്റ് കാര്യം വരുന്നുണ്ടാവും. പക്ഷെ ഹെൽവെറ്റിക്ക തരുന്നൊരു ആ ഒരു ഗഡ് ഫീലിംഗ് വേറെ തരില്ല. അപ്പോൾ ഈ ഹൈറ്റും വെയിറ്റും വിഡ്ത്തും തിക്നെസ്സും ടിന്നും പരിപാടികളൊക്കെ അതിലൊക്കെ കൺസേൺസ് ഉണ്ട്, അതിലൊക്കെ റീസൺ ഉണ്ട്. അപ്പൊ ഇത് ക്ലയന്റ് എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പൊ അവരെടുത്ത് നമ്മൾ എങ്ങനെയാ കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് ക്ലയന്റ് അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ഷോക്കേസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും രണ്ട് എൻഡിൽ നിൽക്കുന്ന രണ്ട് എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഇതിൽ പറയുകയാണെങ്കിൽ ഒരു HDFC ബാങ്ക് കോമിക് സാൻസ് യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? യെസ്, അതാണ് നമ്മള് ബാങ്കിൻ്റെ ഇത് വരികയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ഫീൽ ആവാന് നോക്കിയാൽ മതി. ഒരു ബാങ്കിന്റെ പേര് ഡിസ്പ്ലേ ടൈപ്പ് ഫേസിൽ ഇട്ട് എങ്ങനെ ഉണ്ടാവും, അത് കാണാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ടൈപ്പ് ഫേസിന് ഒരു ബിഹേവിയർ ഉണ്ട്, അത് ക്ലയൻറ്റ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ട. സെയിം ഗോസ് വിത്ത് കളേഴ്സ്. അതായത് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരിക്കലും ചിലപ്പോൾ ഈ ടൈപ്പ് ഫേസ് ഭയങ്കര അടിപൊളി ആക്കിയോണ്ട് അല്ലെങ്കിൽ കളർ മാത്രം അടിപൊളി ആക്കിയതുകൊണ്ട് ബാക്കി എലമെന്റ്സ് ഒന്നും ഇതിന് സിങ്ക് ആവുന്നില്ലെങ്കിലും വർക്ക് ആയിക്കൊള്ളുന്നില്ല. ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഗഡ് ഫീലിംഗ് തരുന്ന ഒരു ബ്രാൻഡിന് ഗഡ് ഫീലിംഗ് കൊടുക്കുന്ന ഒരു ഫോണ്ട് കൊടുത്തു, പക്ഷെ ബാക്കി പരിപാടികളൊക്കെ ഭയങ്കര ഫോമലായി. എല്ലാ എലമെന്റ്സും അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നിടത്താണ് അതിൻ്റെയൊക്കെ ഫങ്ഷൻ നടക്കുന്നുള്ളൂ, അവിടെയാണ് നടക്കുന്നുള്ളത്. പിന്നെ നമുക്കിനി കളേഴ്സിലേക്ക് പോവാം. കളർ സൈക്കോളജി. ക്ലയൻറ്റ് ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഇത് കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഈ യെല്ലോ കാണുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. കളർ സൈക്കോളജീൻ്റെ മൊത്തത്തിൽ കളർ സൈക്കോളജി എന്ന് പറയാനേ പാടില്ല എന്നുള്ളതാണ്. സൈക്കോളജി ഉണ്ട്, ഇല്ല എന്നല്ല. കളർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം നമുക്ക്. അതെ, കളർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. കളർ എപ്പോഴും
എല്ലാ കളറിനും ഈ പറഞ്ഞ പോലെ ഫീലിംഗ് ലൈക്ക് ഓരോ ഇതിനും ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്ലൂ എന്തൊക്കെയാണ് ട്രസ്റ്റും ബ്ലൂ ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറായിട്ടാണ് ശരിക്കും. ആക്ച്വലി ഇതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അതായത് ഇത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് വെച്ചെന്ന് മാർക്കറ്റിംഗ് ടൂൾ ആണ് ശരിക്കും. വലിയ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ പിങ്ക് ബാർബി ഗേൾസ് എന്നുള്ളതാണ്. അതാരാ ചെയ്തത്? ഗേൾസ്. എത്ര ഗേൾസ് ഉണ്ട് പിങ്ക് ഇഷ്ടപ്പെടുന്നുള്ള? ഞാൻ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പെൺകുട്ടികൾക്കൊന്നും പിങ്ക് ഇഷ്ടമുള്ള ഇല്ല, കുറവാണ്. അവർക്കെല്ലാം വേറെ കളേഴ്സാണ് ഇഷ്ടം. അപ്പോൾ പിങ്ക് ഗേൾസിനാണ്, ബ്ലൂ ബോയ്സിനാണ്. ഓക്കെ, നമ്മൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ബോയ് എന്താണ് ഗേൾ ആണെങ്കിൽ ഗേൾ ബേബി ആണെങ്കിൽ പിങ്ക് ബലൂണും, ബോയ് ബേബി ആണെങ്കിൽ ബേബി ഷവറിന് ബ്ലൂ ബലൂണും എന്നുള്ളത് അത് നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കുന്നത്. അതെ അതെ, മാർക്കറ്റിംഗ് ടൂളാണ്. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ലോഗോ ഉണ്ടായിരുന്നത്. ലൈക്ക് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് റീബ്രാൻഡ് ചെയ്തിട്ട് ഒരു ഗ്രീൻ യെല്ലോ ആ ഒരു ഗ്രേഡിയന്റ് വരുന്നത് പോലെ ഒരു ലോഗോയിലേക്ക് അവർ എത്തിയത്. അപ്പോൾ ഒരു ഇതിനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വി ആർ നൗ എക്കോ ഫ്രണ്ട്ലി അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി കമ്പനിയാണ്, ഭയങ്കര സസ്റ്റൈനബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രോഡക്ട്സ് എന്താ നോക്കുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവലാണ്, പെട്രോളിയം ആണ് മൈന് ചെയ്തിട്ടും. അതായത് എക്കോ ഫ്രണ്ട്ലി അല്ല, പോരാത്തതിന് ഗുണമില്ല എന്നാൽ ദോഷം കുറെ ഉണ്ട് എന്നുള്ള കമ്പനിയാണ്. ജസ്റ്റ് ഒരു മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെയാ. അതാണ് ഇപ്പോ കിൻഡർ ജോയിന്റ് പറയാം നമുക്ക്. കിൻഡർ ജോയിന്റ് അത് പിങ്കും ബ്ലൂവും. എന്തുകൊണ്ട് അവിടെ ജെൻഡർ തിരിച്ചിട്ട് കാണിക്കുന്നു എന്നുള്ളതാ. ഇത് ഇത്രയും പൊളിറ്റിക്സ് പറയുന്ന വേൾഡിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ജെൻഡർ തിരിച്ചിട്ടാ പറയുന്നത്. ഓക്കെ, ഗേൾസ് പിങ്ക് മാത്രം യൂസ് ചെയ്യണം, ബോയ്സ് ബ്ലൂ കിൻഡർ ജോയ്. ഒരുപാട് മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറെ കളർ സൈക്കോളജി കൊണ്ടുവന്നിട്ടുണ്ട്. സാന്റാക്ലോസിന്റെ റെഡ് കളർ, സാന്റാക്ലോസ് സ്റ്റാർട്ടിങ്ങിൽ ഗ്രീൻ ആയിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. സാന്റാക്ലോസ് ഗ്രീന് ഭയങ്കര പേടിപ്പിക്കുന്ന ക്യാരക്ടർ ആയിരുന്നു ആക്ച്വലി സാന്റാക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ സാന്റാക്ലോസ് റെഡ് കളറാക്കിയത് കൊക്കോകോളയാണ്. ബ്രില്യൻ്റ് ആയിട്ട് ഓരോ കളറിലേക്ക് സാന്റാക്ലോസിനെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മള് അത് രജിസ്റ്റേർഡ് ആയി. അത് ജോയ്ഫുൾ കളർ ആയല്ലേ പിന്നെ. ജോയ്ഫുൾ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ആണ് ലവ് കാണിക്കാൻ വേണ്ടിയിട്ടും പർപ്പിള് ഒരു ലവ് റൊമാൻസ് ഫീൽ ചെയ്യുന്നില്ലേ? പർപ്പിൾ ബ്ലൂ ഗ്രേഡിയന്റ് ഏത് ഡയറി മിൽക്കിന്റെ. ഡയറി മിൽക്ക് സംസാരിക്കുന്നതാണ് ഷെയറിങ് റൊമാൻസ്. ഒന്നുമില്ല, വാലന്റൈൻസ് ഡേക്ക് ഡയറി മിൽക്കാണ് ഗേൾ ഫ്രണ്ടിന് കൊടുക്കേണ്ടത് എന്നുള്ളത് അവർ ആഡിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഓക്കെ പർപ്പിൾ ഒരു ചെറിയൊരു ടച്ച് ഉണ്ട്. ആന്റി ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സിംഗിൾസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരെ ഈ റൊമാൻറ്റിക് ഡേ ഈ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് നോൺ വാലന്റൈൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 5 സ്റ്റാർ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾ സോൾജേഴ്സാണ്, ഇതിനെതിരെ വാലന്റൈൻസ് ഡേ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ. സംഭവം ഇതൊക്കെ പറയുമ്പോൾ കാഡ്ബറിൻ്റെ അണ്ടറിൽ വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാണ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ ആണ്. ഒന്നുമില്ല, ഒരു റെഡ് കളറ് പല ഇമോഷൻസും കൺവേ ചെയ്യാം. അതിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നൽ വരുന്ന സമയത്ത് അത് അലേർട്ടായിരിക്കും, ഓക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി വേറൊരു സൈൻ ബോർഡിൽ വരികയാണെങ്കിൽ അതൊരു അലേർട്ടായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ ഒരു ഇവന്റിൽ വരുന്ന സമയത്ത് അതൊരു ജോയ്ഫുള്ളോ അല്ലെങ്കിൽ റൊമാൻസോ അങ്ങനെ. അതായത് കളേഴ്സിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ കളറ് കമ്മ്യൂണിക്കേഷൻ ഒരു ഫങ്ഷനാണ്. ഒബ്വിയസ്ലി നമ്മളിപ്പം നേരത്തെ പറഞ്ഞ മാതിരി സിഗ്നൽസിൽ നിൽക്കുമ്പോൾ നമുക്ക് റെഡ് കാണുമ്പോൾ ഓക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് പോകുന്നുണ്ട്. ഇമോഷൻസ് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഡയറി മിൽക്ക് പർപ്പിളും പരിപാടിയും റെഡും ഒക്കെ ആയിട്ട് അങ്ങനെ ലവ് ആക്കി കാണിച്ചു, ഇമോഷനാക്കി കാണിച്ചു. ഡേഞ്ചർ ആണെങ്കിലും റെഡാണ്. പിന്നെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു അറ്റൻഷനും ഒരു ഫങ്ഷനാണ് കളറിൻ്റെത്. ലൈക്ക് ഒരുപാട് ബിൽ ബോർഡ്സ് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നടുവിൽ നമ്മൾ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള മഞ്ഞ ബിൽ ബോർഡ് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ കളറിൻ്റെ ഒരു ഫംഗ്ഷൻ, ഈ 3 ഫങ്ഷൻസ് ഫില്ല് ചെയ്യലാണ് ആക്ച്വലി ബ്രാൻഡിങ്ങിലും എല്ലാവരും ചെയ്യുന്നത്. അതാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ കളറിൻ്റെ അടുത്ത് റിസർച്ച് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഈ കളറിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതെ അതെ അതെ, സാച്ചുറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലാണ് ഇപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഏജൻസിയിൽ ഒരു ക്ലയൻറ്റ് വന്ന സമയത്ത് അവരൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്, ലൈക്ക് ഒരു ഫൈബർ വാട്ടർ പരിപാടിയാണ്. ഒരു ഭയങ്കര മൈൽഡ് ഫ്ലേവർ വരുന്ന സാധനമാണ്. ഹെൽത്താണ് അവർക്ക് മുൻപോട്ട് വെക്കേണ്ട ഒരു പരിപാടി. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്പ് കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ പോപ്പ് കളർ ഭയങ്കര അതെ അവിടെ കളേഴ്സ് പോപ്പായിട്ടുള്ള കളേഴ്സിൻ്റെ, പക്ഷേ വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് ആണ്. കാരണം അവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നല്ല ഇത്രയും ഫ്ലേവേഴ്സ് വരുന്ന സമയത്ത്, ഇത്രയും കളേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സാധനം എടുത്ത് ഒരിക്കലും അത് ഹെൽത്തി പ്രൊഡക്റ്റ് ആണ് എന്നുള്ള ആൾക്കാർക്ക് കൺവേ ആയിക്കൊള്ളുന്നില്ല. ഒരിക്കലും നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എല്ലാ മരുന്ന് കുപ്പിക്കൊന്നും ഒരുപാട് പോപ്പ് കളേഴ്സും ആ ഒരു ഫങ്കി മൂഡിലേക്കൊന്നും കളർ എത്തിക്കൂല ആൾക്കാർ. അതാണ് മനുഷ്യന്മാരെ ഏറ്റവും ബേസിക് നേച്ചറാണ്. നമ്മൾ ഹെൽത്തി എന്ന് പറയുമ്പോൾ ഒന്ന് മൈൽഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു കാമായിട്ട് പോവാന്നുള്ളതാണ്. ഒന്നുമില്ല, ഹെൽത്തി ആവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡും നമ്മളെ ബോഡിയും നമ്മളെ സിറ്റുവേഷനും നമ്മൾ കാമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സോഡാസ് ഓഫ് അമേരിക്ക പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. അമേരിക്കയിലുള്ളൊരു ബിവറേജ് ബ്രാൻഡാണ്. സെയിം ഇതേപോലെ തന്നെ ഫ്ലേവേർഡ് വാട്ടർ സെല് ചെയ്യുന്നൊരു ഇതാണ്. ഇവരെ പാക്കേജ് എന്താ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റുകൾ ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 32 അല്ലെ 40+ പ്രൊഡക്റ്റുകളുണ്ട് അവർക്ക്. ഫ്ലേവേഴ്സിൻ്റെ കളേഴ്സ് മാത്രം. ഏതാണ് സ്ട്രോബെറി ആണ്, ആ ഒരു സ്ട്രോബെറി പിങ്ക് അതിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഫ്ലേവറിൻ്റെ എക്സാക്റ്റ് കളർ, ആ കളർ കൈമേൽ കിട്ടണം, ആ ഫ്ലേവർ കൈമേൽ കിട്ടണം എന്നുള്ള ഇൻറ്റൻഷനിൽ ഒരു കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ, ഇവരെ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ക്രയോൺസ് വാങ്ങുന്ന പോലെ ഒരു 24 സെറ്റിൻ്റെ ഒരു ഡ്രിങ്ക് വാങ്ങുകയാണെങ്കിൽ, ഒരു ക്യാൻ സെറ്റ് വാങ്ങുകയാണെങ്കിൽ അതെ നമുക്കൊരു ക്രയോൺസ് എല്ലാം വാങ്ങുന്ന ഫീൽ കിട്ടും. കളേഴ്സ് വെച്ച് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അത്. അതാണ് കളേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഞാൻ പറയുന്ന സമയത്ത് ഒരു സർവീസ് ബ്രാൻഡ് വരികയാണെങ്കിൽ അവർക്ക് ബ്ലൂ എത്ര ഉണ്ട് മാർക്കറ്റിൽ, എത്ര എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അവിടെ പർപ്പിൾ കൊണ്ടുവരാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പർപ്പിളിൻ്റെ കോൺട്രാസ്റ്റിനും സാച്ചുറേഷനിലും വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ജിയോന്റെ കളേഴ്സ് കൾച്ചറാണ്, അവർക്ക് എല്ലാ കളേഴ്സും അവർ എടുക്കുന്നത് കൾച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീസൺ വെക്കുന്നത് നല്ലതാ. ലൈക്ക് വെറുതെ കളർ എടുക്കേണ്ട, റീസൺ വെച്ചോ, കുഴപ്പമില്ല. ലോഗോ ആണെങ്കിൽ അത് റീസൺ വെച്ചോ, ടൈപ്പ് ഫേസ് ആണെങ്കിൽ റീസൺ വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാം. ക്ലയൻ്റ് ആണെങ്കിലും കൺവിൻസ്ഡ് ആവാം. അതിനു വേണ്ടിയിട്ട് റീസൺ വെക്കുക. ബാക്കി റിസർച്ച് പരിപാടികളെല്ലാം നോക്കേണ്ടത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയായിരിക്കും അതാണ് നോക്കേണ്ടത്. ആൾക്കാർക്ക് ഈ കളർ മടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കളർ കണ്ടു കഴിഞ്ഞ് സീനാവുന്നുണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. ഇന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആവാം. വിഷ്വൽ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലായാലും നമുക്ക് പരിചയത്തിലുള്ളതായാലും കുറേ ബിസിനസ്സുകൾ, എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ, നല്ല രീതിയിൽ സെയിൽസ് ഉള്ള ബിസിനസ്സുകളുണ്ട്. അത് പല സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലോ ഒരു നല്ല രീതിയിൽ കച്ചവടം നടത്താൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും അവർക്ക് ബിസിനസ് ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർക്ക് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് കുറേ ബിരിയാണി കടകളുണ്ട്. അപ്പം 2 ബ്രാഞ്ചുള്ളൊരു കടകളാണെങ്കിൽ ഞാൻ ഇപ്പം സപ്പോസ് ഞാൻ KFC എടുക്കുകയാണെങ്കിൽ, ഞാൻ ഏത് KFCയിൽ പോയാലും എനിക്ക് KFCൻ്റെ ബ്രാൻഡിങ് പല രീതിയിൽ എനിക്ക് വിഷ്വൽ ഐഡൻറ്റിറ്റി ആയാലും ഇനി അതല്ലാത്ത പല ഐഡൻറ്റിറ്റികളിൽ കൂടെ എനിക്ക് അതും KFC ആണ് ഇതും KFC ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തരുന്നുണ്ട്. പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലുള്ള സെയിം ഷോപ്പിൻ്റെ 2 ബ്രാഞ്ചുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇത് സെയിം ആണ്, മറ്റേ തന്നെ ആണല്ലോ ഇത് എന്നുള്ള ഫീൽ നമുക്ക് ബ്രാൻഡിങ്ങിൽ കൂടെ ഒന്നും ഐഡൻറ്റിറ്റിയിൽ കൂടെ ഒന്നും ചിലപ്പോൾ ഫീൽ ചെയ്യിപ്പിക്കണമെന്നില്ല. പക്ഷേ അവർക്ക് നല്ല കച്ചവടമുണ്ട്. അവർക്ക് ശരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ബ്രാൻഡിങ് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്ന കുറേ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ കച്ചവടങ്ങളിൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കച്ചവടം, നല്ല രീതിയിൽ സെയിൽസ് ഉള്ള കച്ചവടത്തിലേക്ക് നമ്മൾ ബ്രാൻഡിങ്ങും കൂടെ വേണം? എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ലൈക്ക്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഒരു ബ്രാൻഡിനെ എടുക്കുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പൈസ ജനറേറ്റ് ചെയ്യാനും ഷോർട്ട് ടേമിൽ തന്നെ പറ്റുന്നതാണ്. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ഏത് മാർക്കറ്റിങ്ങിലൂടെയും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് ഒരു ബ്രാൻഡിനെ ആൾക്കാരെടുത്ത് കാണിക്കാനും പൈസ ഉണ്ടാക്കാനും ഈസിയാണ്. ഓക്കെ, പക്ഷേ ഇവരൊക്കെ ലൂസ് ചെയ്യുന്ന ഒരു വലിയ സാധനമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ലൈക്ക് എന്താ പറയുക,
ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അവർ പ്ലേസ് ചെയ്യുന്നതും അവരെ സ്പീഡും കാര്യങ്ങളും കുറച്ച് അധികമാണ്. അപ്പോൾ ഇവിടെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊറോണയ്ക്ക് ശേഷം കൂടുതലായിട്ട് വന്നതും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളതും കൂടുതലായിട്ട് ബിസിനസ് ബൂം ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. ഇനിയൊരു അങ്ങോട്ടേക്ക് ഒരു 10 കൊല്ലം എടുക്കുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബ്രാൻഡ് സെർച്ച് ചെയ്യുന്നുണ്ടാവുക ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളെ ബ്രാൻഡിങ് എവിടെ, നമ്മളെ ഐഡൻറ്റിറ്റി എവിടെ, നമ്മൾ വിഷ്വൽ ഐഡൻറ്റിറ്റി എവിടെ, അതേപോലെ നമ്മളെ ക്വാളിറ്റി എവിടെ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ബ്രാൻഡ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു പീരീഡ്. ലൈക്ക് ഓക്കെ, മാർക്കറ്റിംഗ് സെയിൽസ് പരിപാടികൾ അതൊക്കെ അവിടെ നടക്കും, അതൊക്കെ ഓട്ടോമേറ്റഡ് ആണ്, അതൊക്കെ നടക്കുന്നത് ഈസിയാണ്. പക്ഷെ ഒരു ബ്രാൻഡിങ് ആ ഒരു ടൈം പീരീഡിൽ ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഫസ്റ്റ് ചെയ്തു വെക്കേണ്ട ഒരു സാധനമാണ് ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ബ്രാൻഡിങ് നടക്കുന്നത് അതിൻ്റെ ഓണേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അവരെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷേ സ്കെയിലബിൾ നോക്കുന്ന സമയത്ത് ഈ പേഴ്സണൽ ബ്രാൻഡിങ് അവിടെ എത്രത്തോളം എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇയർ നമ്മൾ കണ്ടിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാം, ഒരു 5 കൊല്ലം ഒരു 6 കൊല്ലം എടുക്ക്. ഇപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാർട്ടപ്സും ബാക്കിലോട്ടേക്ക് പോകും. അവർ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ലൈക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങും, ബ്രാൻഡിങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. അവിടുന്ന് അതായത് ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞു, ഓരോ പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയാണ്, ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രാൻഡിങ് എവിടെ, ഒരു ഐഡന്റിറ്റി എവിടെ, ഞങ്ങളുടെ ഫേസ് എവിടെ എന്നുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്ന ക്ലയൻറ്റിനുള്ളത് അതാ, ഓക്കെ നമ്മളെ ബ്രാൻഡിങ് എവിടെ, നമുക്ക് എവിടെയാണ് ഈ ബ്രാൻഡിങ് ഉള്ളത്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി ഒരു ക്ലയൻറ്റിനെ പിച്ച് ചെയ്തത് ഒരു കഫേ, അവർക്കുള്ളതും ഇതേപോലെ തന്നെയാണ്. അവർ 10 കൊല്ലം മുമ്പ് ചെയ്തു വെച്ചതാണ്. അതിനുശേഷം ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ പ്രൊഡക്റ്റ് നല്ലോണം സെല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്, നല്ല കസ്റ്റമേഴ്സാണ് അവർക്കുള്ളത്, എല്ലാം ഗുഡാണ്. പക്ഷെ ബ്രാൻഡിങ് ഇല്ല. ലൈക്ക് അവരെന്തോ ഒരു സാധനം കൊടുക്കുന്നില്ല, ഐഡന്റിറ്റി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലോങ് ടേമിലേക്കുള്ളതാണെന്നുള്ളത് അവർക്ക് ഇപ്പം മനസ്സിലായി. ഓക്കെ, ഇതാണല്ലേ കുറവ് എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടപ്സ്, ഇനി തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കമ്പനീസ്, ഇവരൊക്കെ ലൂസ് ചെയ്യുന്നുള്ളൊരു സാധനമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ശരിക്കും അപ്രോച്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾ വിഷ്വൽ ഐഡൻറ്റിറ്റി സെറ്റാക്കണം അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ബ്രാൻഡിങ്ങിൽ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ബ്രാൻഡിങ് ത്രൂ എക്സ്പീരിയൻസ് ക്ലയൻസിന് കസ്റ്റമേഴ്സിന് കൊടുക്കാം. ഓക്കെ, നമ്മളെ ബ്രാൻഡിങ് ത്രൂ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്ലയൻറ്റിനെ നമ്മൾ എടുക്കുമ്പോൾ ലോങ് ടേമിലേക്ക് എടുക്കാം. ലൈക്ക് ഷോർട്ട് ടേമിലേക്ക് വൺ ടൈം വർക്ക് ആയിട്ട് നമ്മൾ ചെയ്യില്ല. നോർമലി ഒരു ബ്രാൻഡിങ് പ്രൊജക്റ്റിന് വരുന്നുണ്ടാവുക ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ക്ലയൻറ്റിനെ നമ്മൾ എടുക്കേണ്ടതും ലോങ് ടേമിലേക്കാണ്. ഈ ക്ലയൻറ്റിൻ്റെ ലൈക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും, ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആവട്ടെ, ഒരു കപ്പാവട്ടെ, ഒരു ടീഷർട്ട് ആവട്ടെ, ഇതൊക്കെ ഇൻട്രാക്ട് ചെയ്യണം. ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഈ കഫേയിൽ വരുന്ന ആൾക്കാർ 2-3 ഹവർ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കപ്പ് കിട്ടുകയാണെങ്കിൽ ആ കപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് അടിപൊളിയാവും. അതല്ല അവിടെ 2-3 സ്റ്റിക്കേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് കാണാൻ അല്ലെങ്കിൽ അത് വായിക്കാം, അതൊക്കെ രസമുണ്ടാവും. ഇനി അതല്ല ഈ എന്താ പറയുക, ഒരു സ്റ്റാഫിൻ്റെ ഒരു വെയിറ്ററിൻ്റെ ടീഷർട്ടിൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ വരികയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അതേപോലെ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതുമല്ല അവിടെ ഗെയിംസ് വെക്കുകയാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫിനുള്ള ആക്ടിവിറ്റീസ്, അവർ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരെങ്ങനെ സംസാരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒരു കൾട്ട് ബിൽഡ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ പിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത് വെറും കളർ മാറ്റണം എന്നുള്ള അതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. കളർ മാറ്റണം എന്നുള്ളൊരു, കളർ ഗുഡാണ്, ലോഗോ ഗുഡാണ്, എല്ലാം അടിപൊളിയാണ്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അതിപ്പോൾ നമ്മളെ അടുത്തേക്ക് വരുന്ന ക്ലയൻസ് എങ്ങനെയായിരിക്കും നമ്മളെ അടുത്തേക്ക് ക്ലയൻസ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും നമ്മൾ ബ്രാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാനും ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാനും, ഇനിയിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ്സിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവർക്ക് എക്സ്പീരിയൻസസ് കൊടുക്കാൻ പറ്റും, അവരെ മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും, എന്തൊക്കെ സ്കോപ്പാണുള്ളത് നമ്മളെടുത്തുനിന്ന്? ഓക്കെ, ഞാൻ ഹാരിസ് ആൻഡ് കോയിലെ ബ്രാൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി
ജസ്റ്റ് ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലോഗോ കളർ പരിപാടി മാത്രമല്ല, അവർക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ക്ലയൻറ്റിനെ പിച്ച് ചെയ്തെടുത്ത് അവർക്ക് മെനു കാർഡ് അടക്കം നമ്മൾ പിച്ച് ചെയ്തു എന്നുള്ളതാണ്. ലൈക്ക് മെനു കാർഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഫേസിലെല്ലാം പോയി കഴിഞ്ഞാൽ ടൈം നമ്മൾ വേണ്ട ഫുഡ് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, അല്ലെ കുറേ ഒരുപാട് സാധനത്തിൽ ഫൈൻഡ് ചെയ്തെടുക്കാൻ പറയുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നമുക്ക് അറിയാത്ത പ്രൊഡക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഫുഡ് ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഭയങ്കര ക്ലട്ടേഡ് ആയിട്ടുള്ള മെനു കാർഡ് ആയിരിക്കും. അത് നോക്കിയിരിക്കാനോ വായിച്ചിരിക്കാനോ നമുക്ക് ടൈമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് ആക്ഷനാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഈസി ഈസി ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ മെനു കാർഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, അതാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങോട്ടേക്ക്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിൻ്റെ കേസിൽ അവിടെ ഒരു ബണ്ണിൻ്റെ ഒരു കഫേ ആണെങ്കിൽ ആ ബണ്ണിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ ബണ്ണിൻ്റെ ടെക്സ്ചറാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണേണ്ടത്. ലൈക്ക് ആ ടെക്സ്ചർ കണ്ടിട്ടാണ് ആൾക്കാർക്ക് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, അതായത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡിഷ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും ഒരു ഇമേജസിലൂടെ അല്ലെങ്കിൽ ഒരു ആഡിലൂടെ അവർക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഒന്നാമത് അതിൻ്റെ ടെക്സ്ചറും അതൊക്കെയാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ഫീൽ കൊടുക്കാൻ കഴിക്കുമ്പോൾ ഉള്ള ഫുഡിന്റെ ടേസ്റ്റിനെക്കാട്ടും കൂടുതൽ അതിന്റെ ടെക്സ്ചർ നമുക്ക് വായിൽ ഫീൽ ആവും. അപ്പോൾ അതെങ്ങനെയാ ബൂം ചെയ്തെടുക്കാം, ആ പ്രോഡക്റ്റ് എങ്ങനെയാ കാണിക്കാൻ പറ്റും, നമുക്ക് ആ പ്രോഡക്റ്റിന് വേണ്ടി ഒരു ഗൈഡ് ലൈൻ ഒക്കെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാ കഴിക്കേണ്ടത്, ഇത്ര പീസായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാ കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ബ്രാൻഡിങ് പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് രണ്ട് രീതിക്ക് എടുക്കാം. ഒന്നെങ്കിൽ ലോങ് ടേമിലേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബ്രാൻഡിങ് പ്രൊജക്ട്സ് ചെയ്യാം. ലോങ് ടേമിലേക്ക് നമുക്ക് അവിടെ ലോഗോ തൊട്ടിട്ട് അവിടുത്തെ സ്റ്റാഫ് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ടോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതുവരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലോഗോ, കളേഴ്സ്, തിങ്സ് അത് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ അവെയർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ഗുഡാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തന്നെ ഗുഡാണ്. റീബ്രാൻഡിങ് ആക്ച്വലി നല്ല പരിപാടിയാണ്. നമ്മൾ ഇവിടെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഷോപ്പ് ഓൾറെഡി ഫുഡ് കൊടുക്കുന്ന ഷോപ്പ് അതൊന്നുകൂടെ ഒന്ന് റീബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ രണ്ടാമത് പുതിയ എന്തോ ഒരു സാധനമാണ് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. അതിന് മാർക്കറ്റിംഗ് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീബ്രാൻഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡീബ്രാൻഡ് ചെയ്യാൻ പറ്റുക ഒരു ടൈമായത് ആക്ച്വലി. അപ്പോൾ അതാണ് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏജൻസിയിൽ ചെയ്യുന്നതും നമ്മളൊരു പ്രോസസ്സ് ഇതാണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ബ്രാൻഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം, അവിടുത്തെ കസ്റ്റമർ ബ്രാൻഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കും ബ്രാൻഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഒരു സ്ട്രോങ് സ്റ്റോറി ഉണ്ടായിരിക്കണം, ബ്രാൻഡിന് സ്റ്റോറി ഉണ്ടാവണം. പിന്നെ അതാണ് ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് എനിക്ക് തോന്നുന്നു ഈസി പ്രോസസ്സാണെന്നുള്ളത്. അതൊരു ഇൻസ്റ്റൻറ്റ് ഈസി പ്രോസസ്സാണ്. ബ്രാൻഡിങ് ലോങ് ടേമിലേക്കുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സ് കുറച്ചും ഹാർഡാണ്, പക്ഷെ അത് ബെസ്റ്റായിട്ടായിരിക്കും നിങ്ങളെ കയ്യിലുണ്ടാവും അല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, വി ആർ സൈനിങ് ഔട്ട് അല്ല. ബൈ ബൈ. കട്ട്.